വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാർ ഈ സാഹചര്യങ്ങളെ കാണുന്നു. ഇപ്പോൾ പോലും നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതിന്റെ ഒരു പൂർണ്ണ ചിത്രം ലഭ്യമല്ല. 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുകയാണ്. പക്ഷേ ഈ അപകടം നടന്ന് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോഴും നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്നത് കൃത്യമായി വിലയിരുത്തുക സാധ്യമായിട്ടില്ല. ഇപ്പോൾ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ മനുഷ്യർ നേരിട്ടെത്തി നടത്തുന്ന രക്ഷാദൗത്യം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതാണ് എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത്. കാരണം തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ അപകടങ്ങൾ വരുത്തിവെച്ചേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഒപ്പം തന്നെ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോഴും അപകട സാധ്യത ഒഴിഞ്ഞിട്ടില്ല. അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമുണ്ടായ സ്ഫോടനം അത് ഏതാണ്ട് കിലോമീറ്ററുകളോളം അതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. 5 വെടിപ്പുരകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 40ഓളം പേർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് 24 പേരെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 17 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം കൂടിയുണ്ട്. അപ്പോൾ വളരെ വലിയ പരിക്കുകളോടെയാണ് ഈ 17 പേരെ എത്തിച്ചിരിക്കുന്നത്. നിസ്സാര പരിക്കുകളോടെ 2 പേർ വാർഡിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്ര പേർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടുണ്ട്, എത്ര പേർ ആ അപകട സമയത്ത് അവിടെയുണ്ട് എന്നതൊക്കെ ഇപ്പോഴും കൃത്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും കോട്ടയത്ത് നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും തൃശൂരിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ അപകടമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആളുകളെ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ മുണ്ടത്തിക്കോടിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നതിനാൽ രക്ഷപ്പെടുത്തിയെടുത്തവരെ ആശുപത്രിയിലെത്തിക്കാൻ അത് സഹായകമായി. പക്ഷേ ഈ പാടത്തിലേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. മതിലിടിച്ചു പൊളിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടേണ്ടി വന്നത്. ചെറിയ വഴിയായിരുന്നു അവിടേക്ക് എത്താനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ആദ്യം കുറച്ച് സമയം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ആ അപകടം നടന്ന സ്ഥലത്തേക്ക് പൂർണ്ണമായും എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ആ വെടിപ്പുരയുടെ കെട്ടിടത്തിൻ്റെ കല്ലുകൾ കിലോമീറ്ററുകളോളം ദൂരെ എത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ അത്ര വലിയൊരു സ്ഫോടനമാണ് അവിടെ നടന്നത്. അതിൻ്റെ ആഘാതം എന്ത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. വലിയ രീതിയിൽ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ സാധ്യമായ നിലയിൽ മാത്രമേ അതിപ്പോൾ പറ്റുന്നുള്ളൂ. അവിടേക്ക് റോബോട്ടിനെ എത്തിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥ ചിത്രം എന്നതറിയാനും കൂടുതൽ തെരച്ചിൽ നടത്താനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എറണാകുളത്ത് നിന്നായിരിക്കും ആ സംവിധാനം അവിടേക്ക് എത്തുക എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഉണ്ടായിട്ടുള്ള ഈ അപകടം വലിയൊരു ദുരന്തമാണ് സമ്മാനിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളെയും കാത്തിരിപ്പിനെയുമാണ് സങ്കടത്തിലേക്ക് അത് വഴിമാറ്റി വിട്ടിരിക്കുന്നത്. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നിന്നും കോട്ടയത്തു നിന്നും വിദഗ്ധ ഡോക്ടർമാരെ അവിടേക്ക് എത്തിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ആവശ്യമാണ് എങ്കിൽ അതും എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ അവിടേക്ക് എത്തുന്നു എന്നതിൻ്റെ വിവരങ്ങളുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യത്തിനുള്ള ശ്രമം നടക്കുന്നു. മറ്റെന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങൾ? രേണുക, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പടക്കപ്പുര, അതായത് ഈ പടക്കശാലയ്ക്ക് പ്രധാനപ്പെട്ട ഈ സ്ഫോടനമുണ്ടായ പടക്കശാലയ്ക്ക് അരികിലേക്ക് ഫയർഫോഴ്സിന് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പാടത്തിലെ ബണ്ട് JCB ഉപയോഗിച്ച് പൊട്ടിച്ച ശേഷമാണ് ഫയർഫോഴ്സ് ഒരു പരിധി വരെ എത്തിയത്. പക്ഷെ അവിടെ നിന്ന് വെള്ളം ഒഴിച്ച് ഈ എത്താവുന്ന ദൂരത്തിലേക്ക് തീ അണയ്ക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ശാലയ്ക്ക് അരികിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിശ്വസിക്കുന്ന കാര്യം. അവിടെയാണ് കൂടുതൽ ആളുകൾ ഉള്ളതെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ഒരു പടക്കപ്പുരയിൽ കൂടി വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്.
അവിടെ കൂടി പൊട്ടുകയാണെങ്കിൽ വലിയൊരു അപകടം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനമായിരിക്കും ഇനിയും നടക്കാനുള്ളത്. എങ്കിൽ മാത്രമേ ഫയർഫോഴ്സിന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവരുടെ ജീവനും അപകടകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കരുതുന്നത് പോലെ ചെറിയൊരു അപകടമല്ല തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു അപകടം തന്നെയാണ്, വളരെ വേദനിപ്പിക്കുന്ന അപകടം തന്നെയാണ്. 40ഓളം പേരായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. അതിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17ഓളം പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന വിവരങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ചെറിയ പരിക്കുകളുണ്ട്, പക്ഷെ പകുതി ആളുകളിലും 90% പരിക്കുകളുണ്ട്, അല്ലെങ്കിൽ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് അറിയാനുള്ളത്. മന്ത്രിമാരടക്കം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രോണിന്റെ ഒരു നിരീക്ഷണം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ തീ എവിടെയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രോണിന്റെ സഹായം തേടിയിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഫയർഫോഴ്സിന് കുറച്ചുകൂടി അടുക്കലേക്ക് കുറച്ചുകൂടി സമീപത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും വലിയ വെല്ലുവിളിയാണ്. നാട്ടുകാർക്കൊന്നും അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയാത്തത്ര തീയും പുകയുമാണ് ഉയരുന്നത്. അതിനപ്പുറത്തേക്ക് പടക്കങ്ങൾ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാകുന്നത്. വലിയ സ്ഫോടന ശബ്ദങ്ങൾ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലാണ്, ചിതറിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 5 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. 4 വെടിക്കെട്ട് പുരകളാണ് സ്ഥലത്തുണ്ടായിരുന്നത്. തൊഴിലാളികളെല്ലാം മലയാളികൾ മാത്രമാണ്, അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നവമി, ഇപ്പോൾ ഈ തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ള മാധ്യമങ്ങൾ, ഒപ്പം തന്നെ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഈ മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ എത്തുകയും അതൊക്കെ ചിത്രീകരിക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പല മാധ്യമങ്ങളുടെയും പേജുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ ദുഃഖകരമായ ദൃശ്യങ്ങളാണ്. കാരണം ഈ അപകടത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ വളരെ റിസ്ക് പിടിച്ച പണിയാണ്, എങ്കിൽ പോലും അവർ വളരെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ അതിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ നമുക്കതിൽ കാണാം. എപ്പോഴും വളരെ അപകടം പിടിച്ച മേഖലയാണ്. പക്ഷേ ആ അപകടം പിടിച്ച മേഖലയിൽ അങ്ങനെ പണിയെടുക്കുന്ന മനുഷ്യരാണ് ഈ പല ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളെയും ഒക്കെ വർണ്ണാഭമാക്കുന്നത്. അവർ ജീവൻ പണയം വെച്ച് ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെത്തുന്നവരെ, വെടിക്കെട്ട് കാണാനെത്തുന്നവരെ ഒക്കെ കരുതി ഉള്ള പ്രവർത്തികളിലായിരുന്നു അവർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയാം. എന്തായാലും മണിക്കൂറുകൾക്ക് മുൻപ് ചിത്രീകരിച്ച ആ ദൃശ്യങ്ങളൊക്കെ വലിയ നോവായി മാറുകയാണ്. ഇപ്പോൾ അപകടം നടന്ന് 2 മണിക്കൂർ പിന്നിടുന്നു. ആരൊക്കെ ബാക്കിയുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൻ്റെ ചിത്രം ഇനിയും വ്യക്തമല്ല. ഇപ്പോഴും അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കടക്കുക ഇപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യമായി നിലനിൽക്കുകയാണ്. സാധ്യമായ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഇപ്പോൾ 20ഓളം പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിൽ എത്തിച്ചവരിൽ പലർക്കും ഗുരുതരമായ പരിക്കുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. 6 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. എല്ലാ വിധത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യത്തിനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ തൃശ്ശൂരിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? കുറച്ച് ഗുരുതരമാണ് വിഷയങ്ങൾ എന്ന് വേണം കരുതാനായിട്ട്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ പൂരത്തിന്റെ സീസണിൽ സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായതുകൊണ്ട് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു കൃത്യ നമ്പർ ജോലിക്കാരെ പോലെ പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം 40ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിരുന്ന ഒരു കണക്ക്. 23 പേരെയാണ് മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നത്. നമുക്ക് മെഡിക്കൽ സംഘത്തെ തന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ 2 ഏക്കർ സ്ഥലത്തെ ചുറ്റുവട്ടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
വെടിക്കെട്ട് പെരകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അതില് വെടിമരുന്ന് നിറയ്ക്കുന്ന കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇത് ഏതാണ്ട് 1-2 ഏക്കർ ദൂരത്ത് പരന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നുള്ള വെടിശബ്ദങ്ങളും പുകയും ഇപ്പോഴും നിലച്ചിട്ടില്ല. ഇടവിട്ട് അത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാകണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ആ കാര്യങ്ങൾ നിയന്ത്രണാതീതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ മെഡിക്കൽ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഏത് ഉയർന്ന തരത്തിലുള്ള ചികിത്സയും ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ ടീം തന്നെ അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് കടക്കാനാവില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘം അവിടെയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരം അറിഞ്ഞ ഉടൻ തന്നെ തൃശ്ശൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട സഹപ്രവർത്തകരും അങ്ങോട്ട് കുറച്ചു നേരം പിടിക്കുമെന്നാലും പരമാവധി വേഗത്തിൽ അങ്ങോട്ട് എത്താനുള്ള ശ്രമത്തിലാണ്. വിവരങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും അനുദിനം കാര്യങ്ങളെല്ലാം അതത് സമയത്ത് വീഡിയോ കോളുകളിലൂടെയും മറ്റ് കോൺഫറൻസുകളിലൂടെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് എത്തിച്ചേരേണ്ടവരുടെ എണ്ണം പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ചിലരെല്ലാം ചിതറിത്തെറിച്ച വിധത്തിലാണ് വന്നിട്ടുള്ളതും എന്ന പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അടുക്കാനുള്ള സാഹചര്യമാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള സംവിധാനത്തെയും ചുറ്റും ഏകോപിപ്പിക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചു വരിക. മിനിസ്റ്റർ, ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല അല്ലേ? അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്ന സാഹചര്യമാണ്. കഠിനമായിട്ടുള്ള പുകയും ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെടിയും ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് വഴിയിലൂടെ അങ്ങോട്ട് കിടക്കാനുള്ള മാർഗങ്ങളില്ല. മറ്റു വഴികളിൽ നിന്ന്, ഒരു പാടത്തിന്റെ ചുറ്റുമുള്ള പ്രദേശമാണ്, പ്രത്യേകിച്ച് മറ്റുള്ള വഴികളിൽ നിന്ന് ജനങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മിനിസ്റ്റർ, ഈ മെഡിക്കൽ കോളേജിൽ എത്ര പേരെ എത്തിച്ചു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ 23 പേരെയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 10 പേർ റെഡ് സോണിലും 13 പേർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.